തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ കണ്ണൂരിലെ രാഷ്ട്രീയ വിവാദങ്ങളും സിപിഎമ്മിനെ തിരിഞ്ഞുകൊത്തുകയാണ്. കയ്യൂരിന്റെയും കരിവെള്ളൂരിന്റെയും പാരമ്പര്യമുള്ള മണ്ണിൽ നിന്ന് അധോലോക അഴിഞ്ഞാട്ടത്തിന്റെ കഥകൾ പുറത്തുവരുന്നത് ചെങ്കൊടിക്ക് അപമാനമെന്നാണ് സിപിഐയുടെ തുറന്ന വിമർശനം. എന്നാൽ മനു തോമസ് വിഷയം ആഭ്യന്തര പ്രശ്നമെന്ന് പറഞ്ഞ് കൈയൊഴുകുകയാണ് സിപിഎം സംസ്ഥാന നേതൃത്വം. പി ജയരാജന്റെ അനവസരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രശ്നം വഷളാക്കിയെന്നും പാർട്ടിക്കുള്ളിൽ വലിയ വിലയിരുത്തലുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞിട്ടും എം.വി. ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിശദീകരണത്തിന് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നത് വലിയ രാഷ്ട്രീയ ചോദ്യവും കൗതുകവുമായി സിപിഎമ്മിനുള്ളിലും പുറത്തു നിൽക്കുകയാണ്. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി ചേർന്നത്. ഫെലിക്സ്, ഇന്നലത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായ വലിയ വിമർശനം, പി ജയരാജനെതിരെ ഒറ്റതിരിഞ്ഞ വിമർശനം എന്ന തരത്തിലായിരുന്നു ഇന്നലെ വിവരങ്ങൾ വന്നത്. പക്ഷേ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അവിടുത്തെ ജില്ലാ സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിക്കുമല്ലോ എന്നാണ്. പക്ഷേ ജില്ലാ സെക്രട്ടറി ഒന്നും പറഞ്ഞില്ല. ജില്ലാ സെക്രട്ടറിൻ്റെതായി ഒരു പ്രസ്താവന മാത്രമാണ് വന്നത്. പി ജയരാജനെതിരെ വലിയ നീക്കം നടക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? രതീഷ്, മനു തോമസ് വിഷയത്തിൽ പാർട്ടി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട്, അതിലൊരു പ്രതികരണം വേണ്ട എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുമെന്ന് പറയുമ്പോൾ എം.വി. ജയരാജൻ മിണ്ടാതെ പോകുന്നത്. അതായത് ഈ വിഷയത്തിൽ പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് എല്ലാത്തിനും ഈ പ്രശ്നം വഷളാക്കാനുള്ള പ്രധാന കാരണമായി മാറിയത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി അധികം പരസ്യ പ്രതികരണം വേണ്ടെന്ന നിർദ്ദേശം പി ജയരാജന് തന്നെ നൽകിയിട്ടുണ്ട്. അതായത് മനു തോമസ് വിഷയത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നതിനോ അല്ലാതെ പ്രതികരിക്കുന്നതിനോ ഉള്ള വിലക്ക് പി ജയരാജൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മൗനം വിദ്വാനുഭൂഷണം എന്ന ഒറ്റ വാക്കിൽ പ്രതികരണം ഒതുക്കി പി ജയരാജൻ കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി യോഗത്തിൽ നിന്ന് പിന്നോട്ട് പോയി. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പി ജയരാജൻ ഇടപെടൽ അത് പാർട്ടിക്കുള്ളിൽ വലിയ അമർഷത്തിനിടയാക്കിയിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പി ജയരാജന്റെ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കൊട്ടേഷൻ സംഘങ്ങളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പ്രധാനമായും പറയുന്നുണ്ട്, ഈ കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടിക്ക് വേണ്ടി വാദിക്കാൻ സമൂഹ മാധ്യമങ്ങളിൽ ആരും നിയോഗിച്ചിട്ടില്ല. മാത്രമല്ല ഇവരുടെ പോസ്റ്റ് അവഹേളനം, അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല അത് ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അതായത് പി ജയരാജൻ ഒരു കാര്യം തുറന്നു പറയുമ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് കൊട്ടേഷൻ സംഘങ്ങൾ കൂടി വരാനൊരു സാധ്യതയും ഇടവും ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്ന വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ ശക്തമായി ഉള്ളത്. അതുകൊണ്ട് തന്നെ കർശന നിയന്ത്രണം, അതായത് ഇക്കാര്യത്തിലൊരു വിലക്ക് തന്നെ പി ജയരാജനുണ്ട്. അതായത് ഒരു തരത്തിലും പരസ്യമായി പ്രതികരണം പാടില്ല എന്നത്. അതുകൊണ്ട് തന്നെയാണ് മൗനം വിദ്വാനുഭൂഷണം എന്ന വാക്കിനപ്പുറത്തേക്ക് ഒന്നും പ്രതികരിക്കാൻ പി ജയരാജൻ തയ്യാറാകാതിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിക്കുള്ളിൽ പാർട്ടി വോട്ടുകൾ പ്രത്യേകിച്ചും പലയിടങ്ങളിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും വോട്ട് ബി.ജെ.പിയിലേക്ക് പോകുന്നു, കോൺഗ്രസിലേക്ക് പോകുന്നു. അപ്പോൾ അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് പാർട്ടി കാണുന്നത്. അതിനിടയിൽ വന്ന ഈ വിവാദവും പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിൽ നിർത്തി വലിയ രീതിയിൽ പാർട്ടിയെ ബാധിച്ചു എന്ന വിലയിരുത്തലാണ് ഉള്ളത്. അതുകൊണ്ട് ഇത്തരം വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ കണ്ണൂർ സിപിഎം എത്തുന്നത്. ഇപ്പോൾ പാർട്ടിയുടെ ഈ ചിഹ്നം എന്ന് കരുതപ്പെടുന്ന കണ്ണൂരിൽ പ്രധാനപ്പെട്ട നേതാക്കൾ, പാർട്ടി സെക്രട്ടറിമാരടക്കം മുഖ്യമന്ത്രിമാരടക്കം വന്ന കണ്ണൂർ ജില്ലയിൽ ഇഴപിരിക്കാനാകാത്ത ബന്ധം പാർട്ടിക്ക് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി, കൊട്ടേഷൻ സംഘങ്ങളുമായി ഉണ്ട് എന്ന യാഥാർത്ഥ്യം സിപിഎം മുന്നിൽ കാണുന്നുണ്ടല്ലോ. പല ഘട്ടങ്ങളിലും അവരെ തള്ളിപ്പറയാൻ ഈ സമീപകാലത്ത് ശ്രമിക്കുകയും ചെയ്തു. ഇപ്പോൾ പി ജയരാജനെ പിന്തുണയ്ക്കുന്ന ആ സംഘങ്ങൾ പാർട്ടിയുടെ ശരിയായ നിലപാടിനൊപ്പമല്ല എന്നൊരു തുറന്ന വിമർശനമാണോ? ഇപ്പോൾ മനു തോമസിന്റെ വിമർശനത്തെ ഏതരത്തിൽ പ്രതിരോധിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഏതരത്തിൽ പുതിയ നീക്കങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണ്ണൂരിലെ പ്രത്യേകിച്ചും കനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം? അത്തരം നീക്കങ്ങൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് താഴെത്തട്ടിലേക്ക് പോകുന്നുണ്ടോ? രതീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പി ജയരാജനെ അങ്ങനെ തള്ളിക്കളയാൻ കണ്ണൂരിലെ സിപിഎമ്മിനെ സംബന്ധിച്ചോളം സാധിക്കില്ല. ഇപ്പോഴും അണികൾക്കിടയിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാവ് തന്നെയാണ് പി ജയരാജൻ. പക്ഷേ അദ്ദേഹത്തോട് മിതത്വം പാലിക്കുക എന്നതാണ് ഇപ്പോൾ പാർട്ടി നൽകുന്ന നിർദ്ദേശം. ഇത്തരം വിഷയങ്ങളിൽ പരസ്യ പ്രതികരണത്തിലേക്ക് പോകേണ്ടതില്ല. കാരണം മനു തോമസ് വളരെ ഗുരുതരമായ ആരോപണമാണ് പി ജയരാജനെതിരെ ഉന്നയിക്കുന്നത്. അതിലേറ്റവും പ്രധാനം, മറ്റേത് ആരോപണത്തെക്കാൾ അപ്പുറത്ത് ഒരു രാഷ്ട്രീയ ആരോപണം കൂടി, അല്ലെങ്കിൽ സംഘടനയ്ക്കുള്ളിലെ ഒരു ആരോപണം കൂടി മനു തോമസ് തുറന്നു വെക്കുന്നുണ്ട്. അതായത് പാർട്ടിക്കുള്ളിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ചില ചർച്ചകൾ പി ജയരാജൻ നടത്തിയെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ആരോപണം പാർട്ടിയിൽ നിന്ന് പോയ ഒരാൾ, ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാൾ ഉന്നയിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് അത് പാർട്ടിക്ക് ഒരു സംഘടനാ വിഷയത്തിൽ കൂടി ഇടപെട്ടുകൊണ്ട് മനു തോമസിന്റെ ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ട്? അതിൽ പിന്നിൽ മനു തോമസ് മാത്രമാണോ? മനു തോമസിനൊപ്പം വേറെ ആരെങ്കിലും ഉണ്ടോ? പാർട്ടിക്കുള്ളിലെ ആരെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് പി ജയരാജൻ പറയുന്ന കാര്യങ്ങൾ, അതിൽ പി ജയരാജന് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം
ഈ വിഷയത്തിൽ അധികം പ്രതികരിക്കേണ്ടതില്ല. അധികം പ്രതികരിച്ചാൽ സ്വാഭാവികമായും കൊട്ടേഷൻ സംഘങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരും. അത് പാർട്ടിയെ വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാം എന്നൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ കണ്ണൂരിലെ പാർട്ടി എത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി ജയരാജനെ പൂർണ്ണമായും തള്ളാൻ കഴിയില്ല. പക്ഷേ ഒരു അച്ചടക്കത്തോടെ, ഒരു മിതത്വത്തോടെ പാർട്ടിയിൽ മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ മിതത്വത്തിന്റെ നിർദ്ദേശം വരുമ്പോഴും എങ്ങനെയാണ് തിരുത്തൽ നടപടികൾ ഉണ്ടാകുക എന്നതാണ് പൊതുസമൂഹത്തെ സംബന്ധിച്ച്, പാർട്ടിയെ വിശ്വസിക്കുന്ന അണികളെ സംബന്ധിച്ച് വളരെ പ്രധാനമായി കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്നത്.